തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് ഇന്ന് സോണുകളാക്കി തിരിച്ച് വളരെ ഊർജിതമായ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടന്നു. ഇപ്പോൾ ഏറ്റവും മുകളിലേക്ക്, അതായത് മുണ്ടക്കൈ പുഞ്ചിരിമുട്ട മേഖലയിലേക്ക് പോയ ആളുകളൊക്കെ ഇപ്പോൾ രക്ഷാപ്രവർത്തകരൊക്കെ തിരിച്ചു വന്നു തുടങ്ങി. കാലാവസ്ഥ മാറുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ബുദ്ധിമുട്ടാണ് അവിടെ കാര്യങ്ങൾ. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കണ്ട കാഴ്ചകൾ, അതായത് ശരീരഭാഗങ്ങൾ ആണ് ഇപ്പോൾ ലഭിക്കുന്നത് കൂടുതലും എന്നുള്ളതാണ്. ഒരു ചോറ്റുപാത്രത്തിൽ ശരീരഭാഗങ്ങളുമായി ഇവിടുത്തെ ഹെൽത്ത് സെന്ററിലേക്ക് രക്ഷാപ്രവർത്തകർ വരുന്നതൊക്കെ വളരെ വിവരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ദുരന്ത കാഴ്ചകളാണ് ഇവിടെ വിവരിക്കാനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇന്ന് യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ഊർജിതമായ തെരച്ചിലാണ് നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കണ്ണാടി പുഴയിലടക്കം, പുഴയുടെ ആഴങ്ങളിലടക്കം, തീരത്ത് മുഴുവൻ ഈ റിവർ ബെഡ് മുഴുവൻ കുഴിച്ച് അവിടെ നിന്ന് മണ്ണ് നീക്കി ശരീരഭാഗങ്ങളുണ്ടോ മൃതശരീരങ്ങളുണ്ടോ എന്നൊക്കെയുള്ള തെരച്ചിലാണ്. തൊട്ടപ്പുറത്ത് സ്കൂൾ കാണാം. ആ സ്കൂളിന്റെ ഒരു കെട്ടിടം തകരാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ പ്രധാന കെട്ടിടം തകർന്നിട്ടുണ്ട്. ആ കെട്ടിടത്തിന്റെ, അതായത് പകുതി തകർന്ന് നിന്നിരുന്ന കെട്ടിടത്തിന്റെ കുറേ ഭാഗങ്ങൾ അതിനകത്തടക്കം തെരച്ചിൽ നടന്നിട്ടുണ്ട്. അതായത് ഒരു ഭാഗത്തെയും ഒഴിവാക്കാതെയാണ് തെരച്ചിൽ നടക്കുന്നത്. ഊർജിതമായി തെരച്ചിൽ നടക്കുന്നു. അതിനിടയിൽ വളരെ കരുളുലയ്ക്കുന്ന കാഴ്ചകൾ. ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് ഒരു രക്ഷാപ്രവർത്തകൻ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ അവിടെ നിന്ന് കിട്ടിയ ഒരു പാഠപുസ്തകമുണ്ട്. മാളവിക എന്നാണ്, 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മാളവിക. ആ വീട് സമ്പൂർണ്ണമായി ഇല്ലാതായി. ആ മാളവിക ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കണേ എന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ ആ വീടിൻ്റെ സമീപത്തു നിന്നും ശരീരാവശിഷ്ടങ്ങളും മറ്റുമൊക്കെ കിട്ടിയിട്ടുണ്ട്. രക്ഷപ്പെട്ടു പോയ ആരെങ്കിലും ആകട്ടെ ആ കുഞ്ഞെന്ന് നമുക്ക് ആഗ്രഹിക്കാനേ വഴിയുള്ളൂ പ്രതീക്ഷ. അത്രയും ദയനീയമായ കാഴ്ചകളാണ് തെരച്ചിലിൽ നിന്ന് ഉണ്ടാവുന്നത്. ഒപ്പം ഇവിടെ നേരത്തെ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. നേരത്തെ രാഹുൽ ഗാന്ധി അടക്കം ഇവിടേക്ക് വരികയുണ്ടായി. രാഹുൽ ഗാന്ധി, MP-മാർ, MLA-മാർ, വലിയ തോതിലുള്ള ഒരുപാട് ജനപ്രതിനിധികളും മറ്റുമൊക്കെ വരികയുണ്ടായി. അപ്പോൾ ഇവിടെ പോലീസും ആർമിയും ഒക്കെ ആയിട്ട് രക്ഷാപ്രവർത്തകരിൽ ചിലർ വാക്കേറ്റം ഉണ്ടാക്കുന്ന പോലെയുള്ള കാര്യങ്ങളും കൂടി ഉണ്ടായി. ബെയിലി പാലത്തിലേക്ക് 2 തവണ വാഹനങ്ങൾ ഓടിച്ചു കയറ്റുന്ന നിലയുണ്ടായി. ഒരു തവണ സൈന്യം തടയുന്നത് വകവയ്ക്കാതെ വാഹനം ഓടിച്ച് ബെയിലി പാലത്തിന്റെ നടുഭാഗം വരെ എത്തിച്ചു. അതേസമയമാണ് രാഹുൽ ഗാന്ധി മുണ്ടക്കൈ ഇറങ്ങി വരുന്നത്. 2 വാഹനങ്ങളും കൂടി മുഖാമുഖം കാണുകയും ബ്ലോക്ക് ആവുകയും ഒക്കെ ചെയ്തു. അതിന്റെ കാര്യം ഇതാണ്: VIP വിസിറ്റുകൾ കൊണ്ട്, VIP സന്ദർശനങ്ങൾ കൊണ്ട് രക്ഷാപ്രവർത്തനം മന്ദീഭവിക്കുന്നു. ഞങ്ങൾക്ക് പൂർണ്ണമായ തോതിൽ ഞങ്ങളുടെ സാമഗ്രികൾ, ഹിറ്റാച്ചുകൾ അടക്കം അപ്പുറത്ത് എത്തിക്കാൻ കഴിയുന്നില്ല, ഭക്ഷണവും മറ്റും എത്തിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളെ തടയുകയാണ്. VIP സന്ദർശനത്തിന് വേണ്ടി ഇങ്ങനെ അവശ്യ വസ്തുക്കളുമായി വരുന്ന വാഹനങ്ങളെ കടത്തിവിടാതെ തടയുന്നു, VIP സന്ദർശനങ്ങൾ ബുദ്ധിമുട്ടാവുന്നു എന്ന് പറഞ്ഞാണ് ഒരു വിഭാഗം രക്ഷാപ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. അവർ സൈന്യവുമായി തന്നെ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയുണ്ടായി. കാരണം VIP-കൾ മുകളിലേക്ക് പോയതിനാൽ നിങ്ങളെ കടത്തിവിടാൻ ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് വാക്കേറ്റമുണ്ടായി. പറഞ്ഞത് വകവയ്ക്കാതെ വാഹനം ഓടിച്ചു കയറ്റുന്ന നില പോലും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ആ സമയം ഇവിടെ നിന്ന് ഗോകുലും ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. തത്സമയം ദൃശ്യങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകരുടെ സ്ക്രീനിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ചില കാര്യങ്ങൾ കൂടി ഉണ്ടാവുന്നുണ്ട്. VIP സന്ദർശനം കൊണ്ട് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ കഴിയുന്നില്ല തുടങ്ങിയ പരാതികൾ ഒരു വിഭാഗം രക്ഷാപ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോ ഈ തെരച്ചിലിന്റെ ഒടുവിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളെല്ലാം അങ്ങേയറ്റത്തെ സങ്കടത്തിൻ്റെതാണ് പ്രജീഷ്. ശരി, അഭിലാഷ് മോഹനൻ വിവരിച്ചതുപോലെ സ്വപ്നങ്ങളുടെ മനോഹരമായ പുസ്തകത്താളുകൾ എന്നേക്കുമായി കാലത്തിന്റെ കുത്തൊഴുക്കിൽ അങ്ങനെ അടഞ്ഞ് പോവുകയാണ്. ചില പ്രതിഷേധങ്ങളുടെ സ്വരങ്ങൾ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകുന്നുണ്ട്. അത് VIP സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ടാണ്, സൈന്യത്തിന്റെ ഇടപെടലുമായി. ഞങ്ങൾ MP-നോട് നിർത്താൻ പറയാം. MP പറയാൻ നിർക്കുന്നു.